ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ നമ്മളിതിവിടെ ലോക മൂവിയുടെ ഫസ്റ്റ് ഷോ കാനഡയിലെ കണ്ടിട്ട് വന്നേക്കാണ്. ഒന്നും പറയാനില്ല ഗൈസ്, ദ ബെസ്റ്റ് മൂവി. നമുക്ക് മലയാളികൾക്ക് എന്താണെങ്കിലും പറയാം. ഇത് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൗഡ് ആവുന്നൊരു കാര്യമാണ്. ആൻഡ് സിനിമയുടെ ഡീറ്റെയിൽസ് കിടക്കണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ ഡൊമിനിക്കറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് സാൻജിയാണ്, അതുപോലെ തന്നെ മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, നിമിഷ് രവിയുടെ മറ്റേ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ, ഒന്നും ഒന്നും നമുക്ക് മോശം പറയാൻ പറ്റില്ല. അത്രയും ഒരു 3 hours സിനിമ ഉണ്ടെങ്കിൽ ആ 3 മണിക്കൂർ നമ്മൾ തറോലി എൻഗേജിങ്ങും അതേപോലെ തന്നെ തറോലി എൻജോയിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും തിയേറ്ററിൽ പോയി കാണാനുണ്ടോ. നമ്മൾ തിയേറ്ററിൽ കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. പല ട്വിസ്റ്റും ടേൺസും കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഇത് പോയി കണ്ടു നോക്കുക. പല പല റിവ്യൂസും മൾട്ടിപ്പിൾ ആൾക്കാർ പല പല ഒപ്പീനിയൻസൊക്കെ പറയുമായിരിക്കും. പക്ഷെ നിങ്ങളത് തിയേറ്റർ പോയി തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഐ ഫെൽ റിയലി പ്രൗഡ്. കാരണം ഇവർ ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്തിരുന്നു. കാരണം കല്യാണിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് ആക്ടിങ് തന്നെ പറയാം. സ്റ്റൺസ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മൊത്തത്തിൽ ഇവർ ആ ഫിലിമിനെ എന്താ പറയുക, അതിൻ്റെ ടെക്നീഷ്യൻസ് ചെയ്തിരിക്കുന്നത് അത്രയും ദ ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നസ്ലിനായിക്കോട്ടെ, നസ്ലിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. ചന്തു സലീംകുമാറിൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ, അങ്ങനെ ആക്ടേഴ്സ് ഓരോരുത്തരെയും നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്. പക്ഷെ എല്ലാവരുടെ പേരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. ആകെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ടായത് നമ്മുടെ തിയേറ്റേഴ്സ് ഇത്ര ക്വാളിറ്റിയുള്ളതല്ല അബ്രോഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ വരുന്നെല്ലാം സിനി സ്റ്റാർസിലൊക്കെയാണ്, അത്ര നല്ല സൗണ്ടൊന്നും ആയിരുന്നില്ല നമുക്ക്. അതുകൊണ്ട് നാട്ടിൽ നല്ല തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ തിയേറ്ററൊക്കെ അടിപൊളിയായിരിക്കും. നാട്ടിൽ നല്ല നല്ല തിയേറ്ററിൽ പോയിട്ട് എന്താണെങ്കിലും ഓണക്കാലത്ത് കാണാവുന്നൊരു മൂവി തന്നെയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. നമുക്ക് പ്രൗഡായിട്ട് പറയാം, ഓക്കെ ഇത് ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നൊരു മൂവിയാണ്. ആൻഡ് നമ്മൾ കേട്ട് വളർന്ന സൂപ്പർ ഹീറോ കഥകളിലൊക്കെ കേൾക്കുന്ന സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും പോയി കാണുക. അതാണ് ഞാൻ രാത്രി തന്നെ വിചാരിച്ചു. ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഒപ്പീനിയൻ സിനിമേനെ പറ്റി ഷെയർ ചെയ്യാമെന്ന്. അപ്പം എന്താണെങ്കിലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.